ഹായ് ഫ്രണ്ട്സ്, നമ്മളിങ്ങനെ റിസറക്ഷനെ കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല ക്ലെയിംസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയും കുറേ ക്ലെയിംസ് കാണാനുണ്ട്. അടുത്ത ക്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്ലെയിമാണ്. അതായത് ഇറ്റ് ഈസ് എ ലെജൻഡറി സ്റ്റോറി, അല്ലെങ്കിൽ ഇതൊരു ഐതിഹ്യമാണ് എന്ന വാദം. ഏറ്റവും ആദ്യം തന്നെ ക്രിസ്തുവിൻ്റെ റിസറക്ഷൻ വേറെ ഐതിഹ്യങ്ങളിൽ നിന്ന് കോപ്പി അടിച്ചതാണ് എന്ന് പറയുന്ന വാദത്തിന് എത്ര പോസിബിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ബിഫോർ ദാറ്റ് ലെറ്റ്സ് മേക്ക് സംതിങ് ക്ലിയർ. യേശു ഉയർത്തു എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? മരിച്ചു കഴിഞ്ഞ് മൂന്നാം ദിവസം റിയൽ ആയിട്ട് രൂപാന്തരപ്പെട്ട ശരീരത്തോടു കൂടി വീണ്ടും ഈ ഭൂമിയിൽ തന്നെ ഉയർത്തു എന്നാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത്. റിസറക്ഷൻ അല്ലെങ്കിൽ ഉയർപ്പ് എന്ന വാക്ക് ഏതെങ്കിലും ഐതിഹ്യത്തിൽ കാണുമ്പോൾ ചാടിക്കേറി ഇത് ക്രിസ്ത്യാനികൾ അടിച്ചു മാറ്റിയത് തന്നെ എന്ന് പറയുമ്പോൾ ആ വാക്കിന് ആ ഐതിഹ്യത്തിൽ എന്താണ് അർത്ഥമെന്ന് നോക്കാൻ നമ്മൾ പലപ്പോഴും വിട്ടുപോകാറുണ്ട്. പല ഐതിഹ്യങ്ങളും പല അർത്ഥങ്ങളാണ് ഈ റിസറക്ഷൻ എന്ന വാക്കിനുള്ളത്. ചില ഐതിഹ്യങ്ങളിൽ വേറെ ലോകത്തിലേക്ക് പോവുക എന്നതാണ് ഈ വാക്കിനർത്ഥമെങ്കിൽ, ചില ഐതിഹ്യങ്ങളിൽ ഭൂമിക്കടിയിൽ തന്നെ മരണത്തിൻ്റെ ലോകത്തിൽ ഉയർത്തെഴുന്നേൽക്കുക എന്നും, യേശു എത്രത്തോളം ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പേഴ്സൺ ആണെന്നും അവനെക്കുറിച്ച് പറയുന്ന സുവിശേഷങ്ങളും എപ്പിസോഡ്സും എത്രത്തോളം റിലയബിൾ ആണെന്നും നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അതുകൊണ്ട് പ്രധാനമായും ഇങ്ങനത്തെ ചില വാദങ്ങൾ യേശുവിൻ്റെ ഹിസ്റ്റോറിസിറ്റിയും ന്യൂ ടെസ്റ്റ്മെൻറ്റിൻ്റെ റിലയബിലിറ്റിയെയും പ്രൂവ് ചെയ്യുന്ന എവിഡൻസിനെതിരെ കണ്ണടച്ച് ഇരുട്ടാക്കൽ. ഓർക്കണം, 3rd സെഞ്ചുറി BC മരിച്ച അലക്സാണ്ടർ ചക്രവർത്തിയെക്കുറിച്ചുള്ള ബയോഗ്രഫി എഴുതപ്പെടുന്നത് 1st സെഞ്ചുറി AD അതായത് ഓൾമോസ്റ്റ് 200 years ഓഫ് ഗ്യാപ്പ്. ഇതിനേക്കാളുമൊക്കെ എത്ര റിലയബിൾ ആണ് ജീസസ്. അതുകൊണ്ട് യേശു പേഗൻ മിത്സിൽ നിന്നും കോപ്പി അടിച്ചുണ്ടാക്കിയ ഒരു ക്യാരക്ടറാണ് എന്ന് പറയുമ്പോൾ അത് ചരിത്രത്തിനോ യുക്തിക്കോ നിരക്കാത്തതാണ്. ക്രിസ്ത്യാനികൾ കോപ്പി അടിച്ചു എന്ന് പറയുന്ന ദൈവങ്ങൾ കുറേയുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈജിപ്ഷ്യൻ ഗോഡ് ഹോറസ്, സെറാഫിസ്, ഒസീറിസ്, റോമൻ ഗോഡ് മിത്രാസ്, റൊമുലുസ്, ഇന്ത്യൻ ഗോഡ്സ് കൃഷ്ണ, ബുദ്ധ, ഗ്രീക്ക് ഗോഡ്സ് ഡയനീഷ്യസ്, ആറ്റിസ്, എസ്ക്ലേപ്പിയൂസ്, സമേരിയൻ ഗോഡ് താമൂസ്, സുമേരിയൻ ഗോഡ് ഇനാന, പേർഷ്യൻ ഗോഡ് സോറോആസ്റ്റർ, പേഗൻ, സൽമോക്സിസ്. Now, correlation is not equal to causality. അതായത് ഈ മിത്തിക്കൽ സ്റ്റോറി ജീസസിൻ്റെ സ്റ്റോറി പോലെ ഇരിക്കുന്നു എന്നതുകൊണ്ട് ഈ സ്റ്റോറിയാണ് ജീസസിൻ്റെ സ്റ്റോറി ഉണ്ടാക്കിയത് എന്നൊട്ടും നമുക്ക് തറപ്പിച്ച് പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ബുദ്ധ ആൻഡ് കൃഷ്ണ എങ്ങനെയാണ് ഇന്ത്യൻ കൾച്ചറൽ സെറ്റപ്പ് ചെയ്ത ഈ സ്റ്റോറികൾ ഒരു ജൂയിഷ് ക്യാരക്ടറിനെ അല്ലെങ്കിൽ സ്റ്റോറിയെ ഇൻഫ്ലുവൻസ് ചെയ്യുക? ആൻഡ് എനിവേ, ഇൻഫ്ലുവൻസ് ചെയ്താൽ തന്നെ എങ്ങനെയാണ് അതൊരു ജൂയിഷ് ലാൻഡിൽ ഫ്ലറിഷ് ചെയ്യുക? എന്തായാലും ഈ കഥകളൊക്കെ ശരിക്കും ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ജീസസിൻ്റെ സ്റ്റോറിയുമായിട്ട് ഒരു ബന്ധവും കാണാൻ പറ്റില്ല. 2, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ കോൺസെപ്റ്റ് ഓഫ് റിസറക്ഷൻ വേറെ ആയിരിക്കും. പേഗൻസ് പൊതുവെ പുനരുദ്ധാനത്തിൽ വിശ്വസിച്ചിരുന്നില്ല, എസ്പെഷ്യലി എ ക്രിസ്ത്യൻ റിസറക്ഷൻ. ഡസ് ദ സ്റ്റോറി ഓഫ് ജീസസ് മിമിക് പേഗൻ മിസ്റ്ററീസ് എന്ന പുസ്തകത്തിൽ മേരി ജോ ഷാർപ്പ് പറയുന്നുണ്ട്, ഇൻ ഏൻഷ്യന്റ് പേഗൻ വേൾഡ് ഡെത്ത് വാസ് എ വൺ വേ സ്ട്രീറ്റ്. അങ്ങോട്ട് പോയാൽ പിന്നെ തിരിച്ചു വരില്ല. ലൈക്ക് വി സീ ഇൻ ദ കേസ് ഓഫ് ജീസസ്, അവൻ തിരിച്ചു വന്നു. നടപടിയുടെ പുസ്തകം അല്ലെങ്കിൽ ബുക്ക് ഓഫ് ആക്ട്സിൽ നമ്മൾ കാണുന്ന ഒരു ഭാഗമുണ്ട്, പൗലോസ് ഏത്തൻസിൽ പ്രസംഗിക്കാൻ പോകുന്ന ഭാഗം. ഓർക്കണം, ഏത്തൻസ് ഗ്രീസിലാണ്. ക്രിസ്ത്യാനികൾ കോപ്പി അടിച്ചു എന്ന് വിശ്വസിക്കുന്ന ഐതിഹ്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. അവരോട് പുനരുദ്ധാനത്തെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ അവരുടെ റിയാക്ഷൻ നമുക്ക് നോക്കാം. ആക്ട്സ് ചാപ്റ്റർ 17:32. മരിച്ചവരുടെ പുനരുദ്ധാനത്തെപ്പറ്റി കേട്ടപ്പോൾ ചിലർ അവനെ പരിഹസിച്ചു. ബോഡിലി റിസറക്ഷൻ ഗ്രീക്കുകാരുടെ മെൻ്റൽ ഫ്രെയിം വർക്കിലേ ഇല്ലെങ്കിൽ പിന്നെ അവരുടെ മിത്തോളജിയിൽ നിന്നാണ് ക്രിസ്ത്യാനികൾ കോപ്പി അടിച്ചത് എന്നെങ്ങനെ പറയാൻ സാധിക്കും? കുറേ ഐതിഹ്യങ്ങളൊന്ന് സൂക്ഷിച്ച് പരിശോധിച്ചാൽ നേരെ വിപരീതമായിരിക്കും കൺക്ലൂഷൻ. കാരണം കുറേ സ്കോളേഴ്സ് ഇപ്പോൾ അവകാശപ്പെടുന്നത് പോലെ ജീസസിൻ്റെ ജീവിതത്തോട് നല്ല ബന്ധം പുലർത്തുന്ന മിത്തുകളെക്കുറിച്ച് റിട്ടേൺ ആയിട്ട് നമുക്ക് കിട്ടുന്നത് ആഫ്റ്റർ ക്രിസ്ത്യാനിറ്റി ഫ്ലറിഷിംഗ് ആണ്. അതായത് അവർ ക്രിസ്ത്യാനിറ്റി ഇൻഫ്ലുവൻസ് ചെയ്തു എന്നല്ല, മറിച്ച് ക്രിസ്ത്യാനിറ്റി അവരെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഈ വീഡിയോയിൽ നമ്മൾ ജീസസിൻ്റെ റിസറക്ഷൻ ഒരു പേഗൻ കോപ്പിയടിയാണോ എന്നാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ട് അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നുള്ളൂ. എന്നാലും ഇതേ മിത്തുകളെക്കുറിച്ച് തന്നെയാണ് വേറെ പല വീഡിയോകളിലും നമ്മൾ കണ്ടിട്ടുള്ളത്. 2 ഈജിപ്ഷ്യൻ ദൈവങ്ങൾ, ഒസീറിസ് ആൻഡ് ഹോറസ്. ഒസീറിസ് മരിച്ചു എങ്കിലും ഉയർത്തെഴുന്നേറ്റു, ഞാൻ വീണ്ടും വരുമെന്നുള്ള ഒരു ചിന്ത പുള്ളി എല്ലാവർക്കും കൊടുത്തിരുന്നു. ഇദ്ദേഹത്തിന് ഗോഡ് ഓഫ് ഗോഡ്, കിങ് ഓഫ് കിങ്, ലോർഡ് ഓഫ് ലോർഡ് എന്നൊക്കെ ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒസീരീസ് പുനരുദ്ധാനം ചെയ്തു എന്നാണ് വാദം. പക്ഷേ അദ്ദേഹം ശരിക്കും ഒരു ക്രിസ്ത്യൻ കോൺസെപ്റ്റിൽ ഉദ്ധാനം ചെയ്തിട്ടില്ല. ആളിങ്ങനെ അണ്ടർവേൾഡിലെ രാജാവായിരിക്കുക, അതായത് മരിച്ചവരുടെ ലോകത്തിലാണ് ആൾ. അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നത് റൂളർ ഓഫ് ദി അണ്ടർവേൾഡ് ആൻഡ് ഗോഡ് ഓഫ് ക്രോപ്പ് ഫെർട്ടിലിറ്റി എന്നാണ്. ഈജിപ്ഷ്യൻ മിത്സ് എന്ന ഓക്സ്ഫോർഡ് പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഒസീരീസ് സീംസ് ടു ഡൈ ഇൻ എ മോർ ഫൈനൽ മാനർ ആൻഡ് കുഡ് നോട്ട് ഗോ ബാക്ക് ടു ഹിസ് ഫോർമർ ലൈഫ് ഇൻ ഈജിപ്റ്റ്. ഒരു കോഫിൻ ടെക്സ്റ്റ് വായിക്കുന്നത് ഇങ്ങനെയാണ്: വിൽ ബിക്കം വൺ വിത്ത് ദി ഇന്നേർട്ട് വൺ ഓർ ഒസൈറിസ്. പിന്നെ വീണ്ടും, റെസ്റ്റിംഗ് വിത്ത് ഒസൈറിസ് ആൻഡ് ട്രാവലിംഗ് വിത്ത് റാ were the 2 main fates of the justified dead. Osiris becomes judge of the dead and ruler of the underworld. പലപ്പോഴും മരിച്ചു കഴിഞ്ഞാൽ പോകുന്ന സ്ഥലത്തെ ഈജിപ്ഷ്യൻ ലാംഗ്വേജിൽ ദുവാത്ത് അല്ലെങ്കിൽ അണ്ടർവേൾഡ് അല്ലെങ്കിൽ ഇന്നർ സ്കൈ അല്ലെങ്കിൽ റെൽം ഓഫ് ഒസൈറിസ് എന്നും വിളിക്കപ്പെടാറുണ്ട്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അണ്ടർവേൾഡിൽ പോയി അവിടെ തന്നെ സെറ്റിലായി, പിന്നെ തിരിച്ചു വന്നിട്ടേ ഇല്ല. അതുകൊണ്ടാണ് ഒരു ഈജിപ്ഷ്യൻ ബിലീവർ എല്ലാ ദിവസവും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്: ഗ്രാൻഡ് യു ഒസൈറിസ് ടു മീ എ പ്ലേസ് ഇൻ ദ നെതർ വേൾഡ് നിയർ ദ ലോർഡ്സ് ഓഫ് ദ റൈറ്റ് ആൻഡ് ട്രൂത്ത്, മൈ എസ്റ്റേറ്റ് മെയ്ഡ് ബി പെർമനന്റ് ഇൻ സെക്കത്ത് ഹെത്തേബ്. ഹെൻറി ഫ്രാൻഫോർട്ട് എന്ന ഈജിപ്റ്റോളജിസ്റ്റ് കിങ്ഷിപ്പ് ഓഫ് ദ ഗോഡ്സ് എന്ന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഒസൈറിസ് വാസ് നോട്ട് എ ഡൈയിങ് ഗോഡ് അറ്റ് ഓൾ ബട്ട് എ ഡെഡ് ഗോഡ്. ഹി നെവർ റിട്ടേൺഡ് അമംഗ് ദ ലിവിംഗ്. ഒസൈറിസിൽ ഒരിക്കൽ പോലും ഈ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിട്ടില്ലെങ്കിൽ പിന്നെ ജീസസും ഒസൈറിസും തമ്മിലുള്ള പാരലൽ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റണം? 2, ഹോറസ്. അദ്ദേഹത്തെ ഒരു തേളുകുത്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ ഐസിസ് അദ്ദേഹത്തെ വീണ്ടെടുത്തു. പക്ഷേ ഇപ്പോഴും ഡിസ്പ്യൂട്ടബിൾ ആയിട്ടുള്ള ടോപ്പിക് അദ്ദേഹം മരിച്ചോ എന്നാണ്. അദ്ദേഹം മരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ജീസസ് ആയിട്ട് ഒരു പാരലലും ഇല്ല. ഇനി അഥവാ അദ്ദേഹം മരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പുനരുദ്ധാനത്തെ പറ്റി ഒരു എവിഡൻസും ഇല്ലതാണ്. ബട്ട് ഡിയർ ഫ്രണ്ട്സ്, ഈജിപ്ഷ്യൻസും ഗ്രീക്കുകാരും മനസ്സിൽ പോലും ചിന്തിക്കാത്ത മോഡേൺ നുണകൾ ഇവരുടെ ഐതിഹ്യങ്ങളെക്കുറിച്ച് ഇപ്പോഴത്തെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. പല മിത്തിസിസ്റ്റിനും പറ്റുന്ന തെറ്റെന്താണെന്ന് അറിയാമോ? ഇത് ഞാൻ ഒരുപാട് ഇതിൻ്റെ റെഫറൻസ് നോക്കി, ഒരുപാട് സ്ഥലത്ത് നോക്കി, ഒരുപാട് സൈറ്റുകളിലൊക്കെ ഇതേക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പക്ഷേ പലയിടത്തും പല തരത്തിലാണുള്ളത്. ഇപ്പോൾ ഇതിനകത്ത്
ഇതേപോലെ തന്നെ നിങ്ങൾ എല്ലാ സൈറ്റിൽ നോക്കിയാൽ കാണണമെന്നില്ല. ഏതായാലും ഞാൻ എൻ്റെ റെഫറൻസ് പിന്നീട് തരാവുന്നതാണ്. യെസ്, ഇതാണത് ഇന്റർനെറ്റിൽ കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന ഒരു വലിയ തെറ്റ്. ഇന്റർനെറ്റിൽ നമുക്ക് ചവർ പോലെ ഇൻഫർമേഷൻസ് കിട്ടും, പക്ഷേ അതിനേക്കാളും ഡബിൾ ആയിട്ട് നമുക്ക് മിസ് ഇൻഫർമേഷൻസും കിട്ടും. ശരിയായിട്ടുള്ള വെബ്സൈറ്റിൽ പോയി അത് ക്രോസ് ചെക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ മിസ് ഇൻഫർമേഷൻസ് മാത്രമേ കിട്ടുള്ളൂ. ഈ പല ഐതിഹ്യങ്ങളെക്കുറിച്ചും ജീസസിൻ്റെ ലൈഫായിട്ട് നല്ല താരതമ്യം ചെയ്തു പോകുന്നത് അത് ആ മിത്തുകൾ ഉണ്ടായതുകൊണ്ടല്ല, ആ മിത്തുകളെക്കുറിച്ച് പറഞ്ഞു പരത്തുന്ന മിസ് ഇൻഫർമേഷൻസ് കൊണ്ടാണ്. ഇനി അഥവാ കോപ്പി അടിക്കാനായിരുന്നെങ്കിൽ തന്നെ യേശു ജനിച്ച ജുഡായിസത്തിൽ തന്നെ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള വിശ്വാസമുണ്ട്. അപ്പോൾ ഈ റിസറക്ഷൻ വന്നത് ജുഡായിസത്തിൽ നിന്നാണോ? കമോൺ ലെറ്റ്സ് ചെക്ക്. N.T. റൈറ്റ് എന്നൊരു ന്യൂ ടെസ്റ്റ്മെന്റ് സ്കോളർ റിസറക്ഷൻ ഓഫ് സൺ ഓഫ് ഗോഡ് എന്ന പുസ്തകത്തിൽ ക്രിസ്ത്യൻ റിസറക്ഷൻ ജുഡായിക് റിസറക്ഷൻസിൽ നിന്ന് 7 തരത്തിൽ വ്യത്യസ്തമാണ് എന്ന് കാണിക്കുന്നുണ്ട്. അതിൽ 3 ഞാനിവിടെ. 1, യഹൂദർ വിശ്വസിച്ചിരുന്ന പുനരുത്ഥാനം സമയത്തിന്റെ അവസാനത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു പൊതു അല്ലെങ്കിൽ ജനറൽ റിസറക്ഷനിലായിരുന്നു. അതായത് അവസാനം എല്ലാ ആത്മാക്കളും ശരീരത്തിൽ പ്രവേശിച്ച് ഉയർത്തെഴുന്നേൽക്കും എന്നായിരുന്നു അവരുടെ വിശ്വാസം. പക്ഷേ ഇവിടെ പറയുന്നത് അതല്ല, ഒരു ഇൻഡിവിജ്വൽ റിസറക്ഷനെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് അവർ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. 2, യഹൂദ വിശ്വാസത്തിൽ മരണത്തിന് മുൻപുള്ള ശരീരം തന്നെയാണ് ഉത്ഥാനത്തിനും ഉണ്ടാകുക. പക്ഷേ ഏർലി ക്രിസ്ത്യൻ അക്കൗണ്ട്സിൽ ജീസസിന്റെ പോസ്റ്റ് റിസറക്റ്റഡ് ബോഡിയെ കുറിച്ച് പറയുന്നത് അത് ട്രാൻസ്ഫോംഡ് ആയിരുന്നു, ഇൻകറപ്റ്റബിൾ, ഗ്ലോറിയസ് ആൻഡ് നോട്ട് കൺഫൈൻഡ് ടു ദ ബൗണ്ടറീസ് ഓഫ് സ്പേസ് ആൻഡ് മാറ്റർ. 3, യഹൂദർക്ക് പുനരുത്ഥാനം എന്ന് പറയുന്നത് അവരുടെ പ്രാർത്ഥനകളും നിയമങ്ങളും കഴിഞ്ഞു വരുന്ന ഒരു പെരിഫറൽ ഐഡിയ ആണ്. പക്ഷേ ക്രിസ്ത്യാനികൾക്ക് ക്രിസ്തുവിന്റെ ഉത്ഥാനം എന്ന് പറയുന്നത് അവരുടെ സെൻട്രൽ പോയിന്റ് ആണ്. ഇത് കഴിഞ്ഞിട്ടേ അവർക്ക് എന്തുമുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ് ലീഹ 1 Corinthians chapter 15 verse 17 പറയുന്നത് ക്രിസ്തു ഉയർത്തപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിഷ്ഫലമാണ്, നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ തന്നെ വർത്തിക്കും എന്ന്. ഓക്കെ, അപ്പോൾ ജീസസിൻ്റെ ജീവിതം വേറെ ഒരു ഐതിഹ്യത്തിൽ നിന്നും എടുത്തതല്ല എന്ന് നമുക്ക് മനസ്സിലായി. ബട്ട് ചരിത്രത്തിൽ കുറേ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പേഴ്സൺസിൻ്റെ ജീവിതങ്ങൾ പോലും ഐതിഹ്യങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ കാണുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ബുദ്ധ, കൺഫ്യൂഷ്യസ്, അങ്ങനെ കുറേ. ഇവരുടെ ജീവിതകാലത്ത് ഇവരെ ആരും ദൈവമായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ മരിച്ച് കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ഇവരെ ദൈവമായിട്ട് ആൾക്കാർ ആരാധിക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാറ്റഗറിയിലാണോ ജീസസ് പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം തന്നെ നമുക്കൊരു യാത്ര പോകാം, ലൈക്ക് ടൈം ട്രാവൽ. AD 30 ജീസസ് മരിക്കുന്നു. 30-ാം ആണ്ടിൽ ജീസസ് മരിച്ചു കഴിഞ്ഞിട്ട് 25 വർഷങ്ങൾക്ക് ശേഷം, അതായത് 55-ാം AD പൗലോസ് ലീഹ കൊറിന്തോസുകാർക്ക് 1-ാം ലേഖനം എഴുതുന്നു. ആ ലേഖനത്തിൽ 15-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: സുവിശേഷം ഞാൻ എപ്രകാരമാണ് നിങ്ങളോട് പ്രസംഗിച്ചതെന്ന് ഇനി നിങ്ങളെ അനുസ്മരിപ്പിക്കാം. അതായത് ഇത് എഴുതുന്നതിന് മുൻപ് കൊറിന്തിൽ പോയി അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഈ ഡേറ്റ് സ്കോളേഴ്സ് ഡേറ്റ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് 51-52 AD ആ റേഞ്ചിലാണ്. 51-52 AD പ്രസംഗിച്ച ആ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം 3rd വേഴ്സിൽ പറയുന്നത് ഇങ്ങനെയാണ്: എനിക്ക് ലഭിച്ചത് സർവ്വപ്രധാനമായി കരുതി ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു എന്ന്. അതായത് അദ്ദേഹം പ്രസംഗിച്ചത് അദ്ദേഹത്തിന് എവിടുന്നോ കിട്ടിയതാണ്. ഇനി അദ്ദേഹം എന്താണ് പ്രസംഗിച്ചത് എന്ന് നോക്കാം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3-ാം നാൾ ഉയർത്തപ്പെടുകയും ചെയ്തു. അവൻ കേപ്പായ്ക്കും പിന്നീട് 12 പേർക്കും പ്രത്യക്ഷനായി. അതിനുശേഷം ഒരുമിച്ച് 500-ലധികം സഹോദരർക്കും പ്രത്യക്ഷനായി. അവരിൽ ഏതാനും പേർ മരിച്ചുപോയി, മിക്കവരും ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. പിന്നീട് അവൻ യാക്കോബിനും തുടർന്ന് മറ്റെല്ലാ അപ്പസ്തോലന്മാർക്കും കാണപ്പെട്ടു. ഈ ഭാഗം ഒന്ന് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇതൊരു ക്രീഡൽ ഫോമിലാണ്, അല്ലെങ്കിൽ ഒരു പ്രമാണത്തിൻ്റെ ഫോമിൽ. ഇപ്പോഴത്തെ ക്രിസ്ത്യാനികൾ യൂസ് ചെയ്യുന്ന അപ്പോസ്റ്റൽസ് ക്രീഡ് അല്ലെങ്കിൽ വിശ്വാസ പ്രമാണത്തിൻ്റെ ഒരു ചെറിയ രൂപം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആദിമസഭയിൽ യൂസ് ചെയ്തിരുന്ന ഒരു ക്രീഡാണെന്നാണ് പൊതുവെ പറയപ്പെടുന്ന വാദം. സ്കോളേഴ്സ് പറയുന്നത് ഇത് എവിടെ നിന്നോ ലഭിച്ചതാണെന്ന് പൗലോസ് ലീഹ പറയുന്നുണ്ടെങ്കിൽ ഇതേ ക്രീഡിൽ നമുക്ക് കാണാം കേപ്പായും യാക്കോബിനെയും കുറിച്ച് പറയുന്നുണ്ട്. അതായത് പത്രോസും യാക്കോബിനെയും കുറിച്ച്. ഈ പത്രോസിനെയും യാക്കോബിനെയും പൗലോസ് ലീഹ കാണുന്നൊരു രംഗമുണ്ട്. അവിടെ വെച്ചായിരിക്കണം പൗലോസ് ലീഹയ്ക്ക് ഇത് കിട്ടിയത് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അത് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. അതായത് പൗലോസ് ലീഹ തൻ്റെ കൺവേർഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ കൺവേർഷനെ കുറിച്ച് പറയുമ്പോൾ അത് AD 32-ലാണ്. അതായത് കുരിശുമരണത്തിന് 2 വർഷങ്ങൾക്ക് ശേഷം. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നുണ്ട്: 3 വർഷത്തിന് ശേഷം കേപ്പായെ കാണാൻ ഞാൻ ജെറുസലേമിലേക്ക് പോയി അവനോടൊത്ത് 15 ദിവസം താമസിക്കുകയും ചെയ്തു. അതായത് 32-ാം AD നിന്ന് 3 വർഷം കൂട്ടിയാൽ 35-ാം AD ഈ സംഭവം. ഇവിടെ വെച്ച് കാണുകയാണ് ഉണ്ടായത്. കർത്താവിൻ്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പസ്തോലന്മാരിൽ മറ്റാരെയും ഞാൻ കണ്ടില്ല എന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. നമ്മൾ പറഞ്ഞു 35-ാം AD പൗലോസ് ലീഹയ്ക്ക് ഇവരിൽ നിന്ന് കിട്ടിയ ആ ക്രീഡ്, അവിടെ വെച്ചാണ് പൗലോസ് ലീഹയ്ക്ക് ആ ഫോർമൽ ക്രീഡ് അതിൻ്റെ ഫോർമൽ ഫോമിൽ കിട്ടിയതെങ്കിൽ അതിനർത്ഥം ആ ക്രീഡിനെ ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയം വേണം. അതിനെ വേണമെങ്കിൽ സ്കോളേഴ്സിനോടൊപ്പം നമുക്ക് 35, 34, 33 AD വരെ എങ്കിലും നീട്ടിവെക്കാം അതിൻ്റെ ഫോർമൽ ഫോമിലെത്താൻ ഉള്ള സമയം. അതിനർത്ഥം ഈ ഫോർമൽ ഫോം ആകുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ഇൻഫോർമൽ ഫോം ഉണ്ടാകും, ഒരു വാമൊഴി അല്ലെങ്കിൽ ഓറൽ ട്രഡീഷൻ പോലെ. അത് നമുക്ക് വേണമെങ്കിൽ 30-ാം AD വരെയെങ്കിലും നീട്ടിക്കൊണ്ടുപോകാമെന്ന് ഹിസ്റ്റോറിയൻസ് പറയുന്നത്. അതിനർത്ഥം യേശു മരിച്ചു കഴിഞ്ഞിട്ട് ഏതാനും മാസങ്ങൾക്കുള്ളിലാണ് ഈ ക്രീഡ് ഓറൽ ഫോമിൽ അല്ലെങ്കിൽ ഇൻഫോർമൽ ഫോമിൽ വന്നത് എന്നാണ്. മാക്സിമം 7 വർഷം അതിൽ കൂടാതെ ഈ ക്രീഡ് പോയിട്ട്. ഇനി ഇത്രയൊക്കെ എന്തിനാ പറഞ്ഞതെന്നറിയോ? A.N. ഷെർവിൻ വൈറ്റ് എന്നൊരു ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻ മിത്ത് മേക്കിംഗ് ടെൻഡൻസിയെക്കുറിച്ച് റിസർച്ച് ചെയ്തു. അതായത് ഒരു ഹിസ്റ്റോറിക്കൽ വ്യക്തി എത്ര കാലം കഴിഞ്ഞാണ് ഐതിഹ്യം ആയി മാറുന്നത് അല്ലെങ്കിൽ മിത്തിക്കൽ ക്യാരക്ടറായി മാറുന്നത് എന്ന് അദ്ദേഹം നോക്കിയപ്പോൾ റോമൻ സൊസൈറ്റി ആൻഡ് റോമൻ ലോ ഇൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ് എന്ന പുസ്തകത്തിൽ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻ A.N. ഷെർവിൻ വൈറ്റ് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ഹെറോഡോട്ടസ് enables us to test the tempo of myth making and the tests suggest that even 2 generations are too short a span to allow the mythical tendency to prevail over the hard historic core of the oral tradition.
അതായത് ഒരു മനുഷ്യൻ ഐതിഹ്യമായി മാറണമെങ്കിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഐതിഹ്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടണമെങ്കിൽ മിനിമം 2 തലമുറയുടെ ഗ്യാപ്പെങ്കിലും വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്, ഒരു ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻ. നമ്മുടെ ജീസസിൻ്റെ കാര്യത്തിൽ യേശു മരിച്ചു കഴിഞ്ഞും വെറും മാസങ്ങൾക്കുള്ളിൽ വെറും വർഷങ്ങൾക്കുള്ളിലാണ് ഈ ക്രീഡ് ഫോർമുലേറ്റ് ആകുന്നത്. അതിനർത്ഥം ഒരു പോസിബിൾ വേയിലും ജീസസിൻ്റെ ഹിസ്റ്റോറിസിറ്റിയിൽ ഒരു ലെജൻഡും കൂട്ടിച്ചേർക്കപ്പെടാൻ സമയമേ കിട്ടിയിട്ടില്ല.